മറ്റൊരു മിത്താണ് ഏറ്റവും നല്ല സ്പീച്ച് എന്ന് പറയുന്നത് കാണാതെ പഠിക്കുന്ന സ്പീച്ചാണ്. അത് ശരിയാണോ? കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, മറന്നു പോവാം. ചിലപ്പോൾ നമ്മുടെ ഫ്ലോ അങ്ങോട്ട് പോവും. അപ്പോൾ നമ്മുടെ മൊത്തം പ്രസൻറ്റേഷനെ അത് ബാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് കാണാതെ പഠിക്കുന്ന സ്പീച്ചാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് ശരിയല്ല. നമുക്ക് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാം. കാര്യങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നതായിരിക്കും എപ്പോഴും നമുക്ക് ഫ്ലെക്സിബിളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും അത് ചിലപ്പോൾ കൂട്ടാൻ കഴിയും, ചിലപ്പോൾ കുറയ്ക്കാനൊക്കെ സൗകര്യപ്പെടുന്നത് അതായിരിക്കും. അല്ലാതെ വേർഡ് ബൈ വേർഡ് പഠിച്ചു വെക്കുന്ന രീതി എപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മിത്തിൽ കുടുങ്ങിയിട്ട് നിങ്ങൾ പ്രസൻറ്റേഷനെ കുളമാക്കരുത്. നിങ്ങളും മനസ്സിലാക്കി സംസാരിക്കാനായിട്ട് പഠിക്കുമ്പോഴാണ് കൂടുതൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയുക.